ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ ഇപ്പോൾ രണ്ട് ശത്രുക്കളാണുള്ളതെന്ന് തൃണമൂൽ കോൺഗ്രസ് MP ഡെറക് ഒബ്രിയൻ. ഈ രണ്ട് ശത്രുക്കളും പ്രതിപക്ഷ സഖ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരാണെന്നും ഒബ്രിയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. BJPയും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുമാണ് ആ ശത്രുക്കളെന്നാണ് ഒബ്രിയൻ പറയുന്നത്. ബംഗാളിൽ കോൺഗ്രസും TMCയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒബ്രിയൻ ചൗധരിയെ രൂക്ഷമായി വിമർശിച്ചത്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് വരെ ചൗധരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മമത BJP ഏജന്റാണെന്നും സീറ്റുകളുടെ കാര്യത്തിൽ ഔദാര്യം വേണ്ടെന്നുമായിരുന്നു അധിർ ചൗധരിയുടെ പരാമർശം. അധിർ ചൗധരി BJPയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. ബംഗാളിൽ സഖ്യം വരാത്തതിന് 3 കാരണങ്ങളാണുള്ളത്. മൂന്നും അധിർ രഞ്ജൻ ചൗധരി തന്നെയാണെന്നും ഒബ്രിയൻ ആരോപിക്കുന്നുണ്ട്. BJPക്ക് വേണ്ടിയാണ് അധിർ ചൗധരി പ്രവർത്തിക്കുന്നത് തന്നെ. സഖ്യം ഉണ്ടാവാത്തതിന് പ്രധാന കാരണം അദ്ദേഹം തന്നെയാണെന്നും ഒബ്രിയൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം മമതാ ബാനർജി ബംഗാളിൽ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതാണ് ചൗധരിയെ പ്രധാനമായും ചൊടിപ്പിച്ച ഒരു കാര്യം. ബംഗാളിൽ നിലവിൽ കോൺഗ്രസിന് 2 സീറ്റുണ്ട്. എന്നാൽ ഈ 2 സീറ്റ് മമത തരേണ്ടതില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ അറിയാമെന്നാണ് ചൗധരി പറഞ്ഞത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം മമതയുമായി സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യം ബംഗാളിൽ ഉണ്ടാവില്ലെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. അധിറിനെ നിയന്ത്രിക്കുന്നത് BJPയാണ്. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലാണ്. ഒരിക്കൽ പോലും കേന്ദ്ര ഫണ്ടില്ലാതെ ബംഗാൾ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ലെന്നും ഒബ്രിയൻ ആരോപിക്കുന്നുണ്ട്. ബംഗാളിൽ EDയുടെ നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. മമതാ ബാനർജിയെ താഴ്ത്തിക്കെട്ടാൻ വാർത്താ സമ്മേളനം വിളിക്കുക വരെ ചെയ്ത നേതാവാണ് അധിർ ചൗധരി. അദ്ദേഹം BJP നേതാക്കൾക്കെതിരെ സംസാരിക്കാറില്ലെന്നും ഒബ്രിയൻ ആരോപിക്കുന്നുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് BJPയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയാൽ തീർച്ചയായും ആ സഖ്യത്തിന്റെ ഭാഗമാവാൻ തൃണമൂൽ തയ്യാറാണെന്നും ഒബ്രിയൻ അറിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മമതയുമായി അവസാന ശ്രമം നടത്തുമെന്നാണ് സൂചന. മമതയെ അവസരവാദി എന്ന് വിളിച്ചതടക്കം തൃണമൂലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെന്നും പരാതിയുണ്ട്. ഇതിനിടയിൽ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അനുരഞ്ജന സംഭാഷണം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖാർഗെയുടെ ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും മമതയില്ലാതെ BJPയോട് പോരാടുക സാധ്യമല്ലെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത്. പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യയുടെ അവിഭാജ്യവും അനിവാര്യവുമായ ശക്തിയാണ് മമത. ഇന്ത്യ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജയറാം രമേശ് വ്യക്തമാക്കുന്നുണ്ട്. സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് തൃണമൂലുമായി ചർച്ച തുടരുകയാണെന്നും മമതയുമായി നല്ല ബന്ധമാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ബുധനാഴ്ചയായിരുന്നു ബംഗാളിൽ തങ്ങൾ തനിച്ച് മത്സരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയത്. ബംഗാളിൽ കോൺഗ്രസിന് മുന്നിൽ തങ്ങൾ ഒരു നിർദ്ദേശം വെച്ചെന്നും അവർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നുമാണ് മമത പറഞ്ഞത്. സംസ്ഥാനത്ത് 2 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നാണ് മമതയുടെ നിലപാട്. എന്നാൽ 3 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം പക്ഷേ തയ്യാറുമല്ല.